നിലമ്പൂരിൽ പ്രചാരണം ആവേശത്തിലാണ്. വികസനം ഭരണപക്ഷം മുന്നോട്ട് വെക്കുമ്പോൾ വികസനം മുരടിപ്പെന്ന പ്രചാരണമാണ് പ്രതിപക്ഷത്തു നിന്നുള്ളത്. മലപ്പുറത്തെ ഇകഴ്ത്തി മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖം വീണ്ടും വിവാദമാക്കുകയാണ് പ്രതിപക്ഷം. ആശാസമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളെ സർക്കാർ അവഗണിക്കുന്നതായും പ്രതിപക്ഷം പറയുന്നു. കവളപ്പാറ അടക്കം പ്രളയ ദുരന്ത മേഖലകളിലെ പുനരധിവാസവും പുനരുജ്ജീവനവും വിജയകരമായി നടപ്പാക്കിയെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുമ്പോൾ ദുരന്ത പുനരധിവാസത്തിലെ പ്രശ്നങ്ങൾ UDF ചൂണ്ടിക്കാട്ടുന്നു. മലയോര മേഖലയിലെ പ്രധാന വിഷയമായ വന്യജീവി ശല്യത്തിൽ ഇടതുമുന്നണി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുമ്പോൾ UDF ഇരു സർക്കാരുകളെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നു. CV അനുമോദും MS അനീഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. അനുമോദ, ദേശീയപാത, വന്യജീവി ശല്യം, ഒപ്പം പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ ഇന്നതെന്നില്ല, രാഷ്ട്രീയത്തിൽ നിന്ന് ജനകീയ വിഷയങ്ങളിലേക്ക് കൂടി പ്രചാരണം മാറുന്നു. അതിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഒരുപോലെ ആയുധങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം. സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള വിമർശനങ്ങൾ ശക്തമാക്കലും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു നിലമ്പൂരിലെ പ്രചാരണത്തിന്റെ റോൾ ഇപ്പോൾ എന്നാണോ? അപർണ, രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഇപ്പോൾ ഈ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ വിഷയങ്ങളിൽ ജനങ്ങൾ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പ്രചരണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇരു മുന്നണികളും. പ്രധാനമായിട്ടും LDF മലയോര മേഖലയിലെ പ്രശ്നത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രശ്നം കേന്ദ്രമാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടാണ് അവർ ഈ മലയോര മേഖലയിലെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 8 വർഷം നിലമ്പൂരിൽ കൊണ്ടുവന്ന വികസനങ്ങൾ, മലയോര ഹൈവേ, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ വികസനം തുടങ്ങി 2000 കോടി രൂപയുടെ വികസന പദ്ധതികൾ സംസ്ഥാനം ഇവിടെ കൊണ്ടുവന്നുവെന്ന് അത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചുമാണ് LDF-ൻ്റെ പ്രചരണം നടക്കുന്നത്. ഒപ്പം തന്നെ വികസന തുടർച്ചയ്ക്ക് വികസന തുടർച്ചയ്ക്ക് വേണമെങ്കിൽ ഇത്തവണ ഈ സെമി ഫൈനലിൽ ഇവിടെ LDF വിജയിക്കണം എന്ന തരത്തിലുള്ള പ്രചാരണം. ഈ ഒരു തരത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിഷയങ്ങളാവട്ടെ, അതുപോലെ തന്നെ പ്രളയത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാവട്ടെ, അതൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചരണ വിഷയമാക്കിയിട്ട് തന്നെയാണ് LDF-ൻ്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. മറുവശത്ത് UDF ആകട്ടെ ഇക്കാര്യങ്ങളിലെ വീഴ്ച, വികസന മുരടിപ്പാകട്ടെ, അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ സമരം, ഇത്തരത്തിൽ ഈ ദേശീയപാത തകർന്ന വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കുറ്റക്കാരാണെന്ന തരത്തിലുള്ള വിമർശനം. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന വിഷയം വളരെ ഗൗരവത്തിൽ ഈ ഒരു മലയോര മണ്ഡലമായ നിലമ്പൂരിൽ പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മലപ്പുറത്തെ ഇകഴ്ത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദുവിൽ വന്ന മാസങ്ങൾക്ക് മുമ്പ് വന്ന ലേഖനം, അത് വീണ്ടും പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം. മലപ്പുറത്തെ ഇകഴ്ത്തുവാനും ഒരു സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും ശ്രമിച്ചു എന്ന തരത്തിൽ ആ തരത്തിലുള്ള പ്രചാരണവും ഇവിടെ UDF-ൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇല്ലാതെ വികസന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരം അജണ്ടകളിൽ മുന്നോട്ട് പോകുന്ന തരത്തിലാണ് ഇപ്പോൾ നിലമ്പൂരിലെ പ്രചരണം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കൊഴുക്കുന്നത്. PV അൻവർ ഇപ്പോൾ 2 മുന്നണികളുടെയും പ്രചരണത്തിൽ ഒരു ചർച്ചാ വിഷയമാകുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൻവറിൻ്റെ ചോദ്യങ്ങൾക്ക് അത്തരത്തിലുള്ള മറുപടി നൽകുവാൻ LDF-ഉം UDF-ഉം തയ്യാറാകുന്നില്ല എന്നതുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അനുമോദ്, അപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ UDF പിറകിലോട്ടല്ല, അൻവറും ഇന്ന് നടത്തിയ പരാമർശങ്ങളൊക്കെ അത് തന്നെയാണുള്ളത്. അതായത് ഈ പ്രചാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പ്രധാന പ്രചാരണത്തിൻ്റെ മുഖമായി വരുമ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ആക്രമിക്കുക, അതാണോ UDF ലക്ഷ്യമിടുന്നത്? മറ്റ് നേതാക്കന്മാർക്കെതിരെയുള്ള വിമർശനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വിമർശനത്തെക്കാളും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ കൃത്യമായി ആക്രമിക്കുക എന്നതാണോ കോൺഗ്രസും UDF-ഉം ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിൻ്റെ UDF-ൻ്റെയും ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയെ പേരെടുത്തുള്ള വിമർശനങ്ങൾ അല്ല നടക്കുന്നത്. ഇവിടെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന UDF ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കൈ കഴുകാനാകില്ല എന്ന തരത്തിലുള്ള വിമർശനമാണ്. പക്ഷേ അവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തെ, മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനത്തെ, അഭിമുഖത്തെ ആസ്പദമാക്കി ഒരു വിമർശനം വീണ്ടും ഉന്നയിക്കുമ്പോൾ അത് UDF ഒരു അജണ്ടയായി ഏറ്റെടുക്കുകയും അത് കൂടുതൽ ചർച്ചകളിലേക്ക് ആ വിഷയം കൊണ്ടുവരികയും UDF-ൻ്റെ നേതാക്കൾ തന്നെ അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും
തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള വിമർശനങ്ങളും നീളുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തരത്തിൽ UDF-ന്റെ ആക്ഷേപങ്ങൾ തുടരുമ്പോൾ തന്നെയാണ് ഇന്ന് PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ചത്. അൻവറിനെ വഞ്ചകൻ എന്ന് വിളിച്ച് അൻവർ ചെയ്തത് വഞ്ചനയാണെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി LDF-ന്റെ പ്രചാരണം തുടങ്ങിയത്. എന്നാൽ താനല്ല വഞ്ചിച്ചത്, ജനങ്ങളെ മുഖ്യമന്ത്രിയാണ് വഞ്ചിച്ചത് എന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ വിവിധ കാരണങ്ങൾ എന്ന് അൻവറിൻ്റെ വീക്ഷണകോണിലുള്ള കാര്യങ്ങൾ അൻവർ പങ്കുവെക്കുകയായിരുന്നു ചെയ്തത്. VS-നെ വഞ്ചിച്ച് മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രി കസേരയിൽ കയറിയത് മുതൽ ജനവഞ്ചനയാണ് ചെയ്യുന്നത്. അത് പെൻഷൻ്റെ വിഷയമാകട്ടെ, മലയോര കർഷകരോടുള്ള വിഷയമാകട്ടെ, അങ്ങനെ എണ്ണം പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ വാർത്താസമ്മേളനം നടത്തിയത് അല്പസമയം മുൻപാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മറുപടി പറഞ്ഞ് എന്നാൽ മറ്റ് വിഷയങ്ങൾ, മറ്റ് രാഷ്ട്രീയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചകൾ ഉയരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം. അപർണ, അത് ഇടതുപക്ഷം ഏത് തരത്തിൽ പ്രതിരോധിക്കുന്നു? UDF-ന് പ്രചാരണത്തിൽ നേരത്തെ ഇറങ്ങിയതിൻ്റെ ഒരു മേൽക്കൈ ഇപ്പോഴുമുണ്ട് എന്ന് LDF കരുതുന്നുണ്ടോ? അത് മറികടക്കാൻ M സ്വരാജിനെ കൊണ്ടുവന്നതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇടതുപക്ഷം ഈ ദിവസങ്ങളൊക്കെ കരുതുന്നുണ്ടോ? M സ്വരാജ് ഇടതുപക്ഷത്തിന് ഈ നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാകട്ടെ, അദ്ദേഹത്തെ കാണാനാകട്ടെ, അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം ഈ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് അത്തരത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ പ്രധാന പ്രചാരണം വികസന മുന്നേറ്റങ്ങൾ മുൻനിർത്തിയാണ്. അത് പ്രളയാനന്തരം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ കോവിഡ് കാലത്തിന് ശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ 8 വർഷത്തെ, അതായത് ഈ സർക്കാരിൻ്റെ അല്ല മുൻ സർക്കാരിൻ്റെ കൂടി ഉൾപ്പെടുത്തി ഒരു വികസന തുടർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷം ആകെ പ്രതിസന്ധിയിലാവുന്നത്, അല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ പോകുന്നത് ഈ വന്യജീവി വിഷയത്തിൽ മാത്രമാണ്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദി എന്ന തരത്തിൽ LDF ഒരു പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണമെങ്കിൽ ഭരണ തുടർച്ച വേണം. 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 8 മാസത്തിന് ശേഷം വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് ഈ ഒരു വികസന തുടർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഒരു സെമി ഫൈനൽ പോലെയാണ് ഇത് കാണുന്നത്. അത്തരത്തിൽ വികസനം മുൻനിർത്തി തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ നടത്തിയ പരാമർശമൊക്കെ വലിയ തോതിൽ തന്നെ ഇവിടെ LDF KC വേണുഗോപാലിനും UDF-നെതിരെ ആയുധമാക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഊന്നി തന്നെ UDF പ്രചരണം നടത്തുമ്പോൾ ഇവിടെ നടത്തിയ ഇത്തരം നേട്ടങ്ങളിൽ ജനകീയമായി നടത്തിയ വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണവും പുരോഗമിക്കുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല, അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദ്, അതോടൊപ്പം തന്നെ